ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽത്താനി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. രാഷ്ട്രപതി ഭവനിൽ നാളെ ഖത്തർ അമീറിന് ഔദ്യോഗിക സ്വീകരണം നൽകും. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കായി ആരംഭിച്ച മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിന്റെ ഉദ്ഘാടനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിർവഹിച്ചു. കഴിഞ്ഞ 3 കേന്ദ്ര ബജറ്റുകളിൽ MSMEകൾക്ക് നൽകിയ പരിഗണന ഈ മേഖലയുടെ ശാക്തീകരണത്തിന് സഹായകമാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. MSMEകൾക്ക് 100 കോടി രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് ഇത്. രാജ്യത്തുടനീളമുള്ള 60 റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി റെയിൽവേ സ്ഥിരമായ ഹോൾഡിംഗ് ഏരിയകൾ സ്ഥാപിക്കും. തിരക്ക് നിയന്ത്രിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തിരക്ക് നിരീക്ഷിക്കാൻ റെയിൽവേ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിക്കും. സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾക്കായി 10 ടൺ പ്രൊപ്പല്ലന്റ് മിക്സർ വികസിപ്പിച്ച് ISRO. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊപ്പല്ലന്റ് മിക്സർ രൂപകൽപ്പന ചെയ്തത്. സോളിഡ് മോട്ടോർ ഉൽപാദനത്തിലെ നിർണായക ഉപകരണങ്ങളിലൊന്നാണ് ഈ മിക്സർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്ക് നാളെ തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അക്കാദമിക് മികവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പുതിയ സംരംഭം. രാജ്യത്തെ പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന മാധ്യമ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കോൺക്ലേവിൽ മാധ്യമപ്രവർത്തകരും വിദ്യാർത്ഥികളും പങ്കെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ മന്ത്രി MB രാജേഷ് പ്രഖ്യാപിച്ചു. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് നേടി. മികച്ച നഗരസഭയായി ഗുരുവായൂർ നഗരസഭയെ തിരഞ്ഞെടുത്തു. തിരുവനന്തപുരമാണ് മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ. തൃശൂരിൽ നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ തദ്ദേശ ദിനാഘോഷങ്ങളിൽ പുരസ്കാരം വിതരണം ചെയ്യും. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ആശയവിനിമയ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ ജൽശക്തി സഹമന്ത്രി വി സോമണ്ണ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. 2025 10+2 ബോർഡ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന പ്രചാരണം തെറ്റെന്ന് CBSE. സമൂഹമാധ്യമങ്ങളിൽ ചോദ്യപേപ്പറുകൾ ലഭിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം തീർത്തും വസ്തുതാ വിരുദ്ധമാണെന്നും CBSE വ്യക്തമാക്കി. SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ അച്ചടി പൂർത്തീകരിച്ചിട്ടില്ല എന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയം അറിയിച്ചു. ചോദ്യപേപ്പറിന്റെ കുറവ് മൂലം പരീക്ഷ നടക്കുന്നതിൽ തടസ്സം നേരിടുമെന്ന വാർത്ത തികച്ചും വസ്തുതാ വിരുദ്ധമാണെന്നും പരീക്ഷാ കമ്മീഷണർ വ്യക്തമാക്കി. പരമാവധി മരുന്ന് സംഭരിച്ച് ഹീമോഫീലിയ ചികിത്സ സാധ്യമായ രീതിയിൽ വികേന്ദ്രീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹീമോഫീലിയ രോഗികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് മന്ത്രി VN വാസവൻ 5 ലക്ഷം രൂപ വീതം കൈമാറി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ട നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണ സംഘം പ്രതിയെ കൊച്ചിയിലെ ഓഫീസിലടക്കം കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. തൃശൂർ പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസ് പ്രതി റിജോ ആന്റണിയെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ബാങ്കിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് ചാലക്കുടി കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത്. കവർച്ചാ പണം മുഴുവൻ പോലീസ് രാവിലെ തന്നെ കണ്ടെത്തിയിരുന്നു. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. ബുധനാഴ്ചയാണ് മാസപൂജകൾക്കായി നട തുറന്നത്. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 13.3 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 105 റൺസ് എടുത്തിട്ടുണ്ട്. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കം. മെഡലിനായുള്ള മത്സര ഇനങ്ങൾ നാളെ ആരംഭിക്കും. രാജ്യത്തുടനീളമുള്ള 1500ഓളം പാരാ അത്ലറ്റുകൾ കായികമേളയിൽ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പ് ഈ മാസം 20-ന് സമാപിക്കും. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് മറ്റന്നാൾ തുടക്കമാകും. ഉദ്ഘാടന മത്സരം പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലാണ്. വ്യാഴാഴ്ച ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കും. ദുബായിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ. ബൈജൂസ് ലേണിംഗ് ആപ്പ് 51,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിച്ച് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ.
ക്ലാസുകൾ തൃപ്തികരമല്ലെങ്കിൽ പണം തിരികെ നൽകുമെന്ന് വാഗ്ദാനം നൽകി വിദ്യാർത്ഥിയെ കബളിപ്പിച്ചെന്ന പരാതിയിലാണ് ഉത്തരവ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.